പപ്പായ വെച്ചിട്ട് ഈ ഒരു ഐറ്റം നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പപ്പായ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയാണ്. ചോറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സൈഡ് ഡിഷ് മാത്രം മതി ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾക്ക് വിചാരിക്കേണ്ട ഇത് പഴുത്തതാണെന്നും അത് പഴുപ്പുള്ളതൊന്നല്ല, ചള്ള് പപ്പായ തന്നെയാണ്. അപ്പോൾ ആ ഒരു പപ്പായൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 4ആയി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിന് ഒരു പീസ് എടുത്തിട്ട് അതിനെ വീണ്ടും 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളകും അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ തീർന്നു പോയതുകൊണ്ടാണേ. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പപ്പായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പപ്പായ ഇതാ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പപ്പായ നമ്മൾ കനം കുറച്ച് അരിഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ പപ്പായയിലെ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല, വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറുതായിട്ട് കൈകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ടായി വന്നാൽ മതി. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പപ്പായയിലെ ആ ഒരു ചൂട് ഓൾമോസ്റ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചോറിന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ചോറിനേക്കുള്ള സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.